നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും. അങ്ങനെ 12 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. 12 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രത കഴിഞ്ഞു. എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ്. വ്യാഴമിതാ അതിചാരത്തിൽ വരികയാണ് കർക്കിടകൻ രാശിയിലേക്ക്. തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ്. ഇതിന് അതിചാരം എന്നാണ് പറയുക. ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അതിചാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു. പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി എഴുതുന്നു. വക്രേ വാപ്യഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം നീചേ വാരിഗൃഹേപി വാ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അതിചാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം, ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക. അതിന് പുറമേ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും. അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് ഉള്ളത്. ആ വ്യാഴം ഇനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം കർക്കിടകത്തിൽ 49 ദിനങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ 49 ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക്, മിഥുനം രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക്, മകരം രാശിക്കാർക്ക്, മീനം രാശിക്കാർക്കും. മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ്. 49 ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു. കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചാന്ദ്രേ രത്നസുത സ്വദാരവിഭവ പ്രജ്ഞാസുഖൈരന്വിത. വളരെ നല്ലൊരു ഫലമാണ്. കർക്കിടകം 5 വ്യാഴൻ്റെ അത്യുച്ച പൊസിഷൻ. അപ്രകാരം മകരം 5 അതിനീച സ്ഥിതിയും. അപ്പം ചാന്ദ്രേ രത്നസുത, വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും. സ്വദാരവിഭവ, എല്ലാ ഭാര്യ സുഖങ്ങളും സ്വത്തും വിഭവങ്ങളൊക്കെ അനുഭവിക്കുക. അല്ലെങ്കിൽ സുദാര വിഭവ, നല്ല ഭാര്യ, നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു. പ്രജ്ഞാസുഖൈ, ബൗദ്ധിക തലത്തിൽ പൂർണ്ണത ലഭിക്കുക. ഈ സുഖങ്ങളെല്ലാം ലഭിക്കും. ബൗദ്ധിക സുഖം, ഫാമിലി സുഖം, നല്ല സന്താന സുഖം, ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും, ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം. ഇവിടെ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇവിടെ മകരം രാശിക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കണം, വ്യാഴം ഏതെല്ലാം ഭാവത്തിൻ്റെ ആധിപത്യമാണ്. വ്യാഴത്തിന് 12ാം ഭാവാധിപത്യവുമുണ്ട്, 3ാം ഭാവാധിപത്യവുമുണ്ട്. എന്താണ് 3ാം ഭാവം? സഹോദരങ്ങൾ, സഹായികൾ, തൻ്റെ ധൈര്യം, തൻ്റെ ദുർബുദ്ധി, തൻ്റെ പരാക്രമം. 12ാം ഭാവം എന്താണ്? പാപം, വ്യയം, പതനം, നിരയം, നരകം ഒക്കെയാണ് 12ാം ഭാവം. പക്ഷെ ഇവിടെ വ്യാഴം നിൽക്കുന്നത് എവിടെയാണ്? ഇത്രയും കാലം വളരെ ദുർബലമായി ശത്രുസ്ഥാനത്ത് 6ാം ഭാവത്തിലായിരുന്നു. ഇപ്പോഴിതാ വ്യാഴം അതിശക്തമായി കർക്കിടകൻ രാശിക്കാർക്ക് ഒരു സൂര്യ തേജസ് പോലെ 7ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ വ്യാഴം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. നല്ല സഹായികളെ ലഭിക്കുക, സഹോദര ഗുണമുണ്ടാവുക, വീട്ടിൽ വിവാഹം നടക്കുക, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായി വിദേശയാത്ര ഉണ്ടാവുക. പലപ്പോഴും
അതിമനോഹരമായി കാര്യങ്ങളൊക്കെ നേടിത്തരും ഈ 7-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം. പിതൃദോതിക എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് 7-ൽ വ്യാഴം വരുമ്പോൾ. പിതാവിനെക്കാളും പ്രശസ്തി ഉണ്ടാകും. അതിനാൽ പലപ്പോഴും പല യാത്രകളിലും വളരെ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും. പലപ്പോഴും ഗവേഷണമൊക്കെ നടത്തിയവർക്ക് പുതിയ അവാർഡുകൾ ലഭിക്കുക, തൻ്റെ പിതാവിനെക്കാട്ടും പേരും പ്രശസ്തിയും ഉണ്ടാക്കും. തന്നിലൂടെ പിതാവ് അറിയപ്പെടുമെന്നാണ് 7-ൽ വ്യാഴം വന്നാൽ. സാധാരണ പിതാവിലൂടെയാണ് മക്കൾ അറിയപ്പെടുക. പക്ഷെ മക്കൾ വളർന്ന് വലുതായി പേരും പ്രശസ്തിയും ഉണ്ടായാൽ അവരെന്താക്കും? പിതാവിന് പേരും പ്രശസ്തിയും കൊടുക്കും. അതാണ് 7-ലെ വ്യാഴം. മധ്യസ്ഥസ്യ ബഹി വിഭൂതിസ്യ ബഹി. ധാരാളം ബുദ്ധി ഉണ്ടാകും, ധാരാളം സമ്പത്തും ഐശ്വര്യം ഉണ്ടാകും. രതിർവൈ ഭവേ നാം ബഹി. ഈ സ്ത്രീസുഖം ഭാര്യാസുഖമൊക്കെ ധാരാളം ലഭിക്കും. ഗുരു ഗർവകൃത് യസ്യ ജാമിത്ര ഭാവേ. 7-ൽ വ്യാഴം വരുമ്പോൾ അഹങ്കാരിയാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും താൻ കൊള്ളാം, താൻ അങ്ങ് ഉയർന്ന തലത്തിലെത്തി എന്ന ചില ചിന്തകളൊക്കെ വരും 7-ൽ വ്യാഴം വരുമ്പോൾ. അത് നിയന്ത്രിച്ചാൽ, ഞാനെന്ന ഭാവം മാറ്റിവെച്ചാൽ ഈ വ്യാഴം നന്മകൾ പ്രദാനം ചെയ്യും. അഖണ്ഡ കന്ദർപ്പയേവ. ഇവിടെ വിവാഹം നടക്കും, വിവാഹ തീരുമാനങ്ങളുണ്ടാകും, ധാരാളം കന്ദർപ്പനാകും, കാമദേവൻ്റെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും, ധാരാളം സ്ത്രീ സൗഹൃദങ്ങൾ വരും, പുതിയ റിലേഷൻസൊക്കെ വരാം. അവിടെയൊക്കെ ശ്രദ്ധിക്കുക, അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. കാരണം വീണ്ടും വ്യാഴം ശത്രുസ്ഥാനത്തേക്ക് 6-ാം ഭാവത്തിലേക്ക് പോകും ഡിസംബർ 7 മുതൽ. അതിനാൽ ഈ സമയത്ത് കൺസ്ട്രക്റ്റീവായി ചിന്തിക്കുക. ഡിസ്ട്രക്റ്റീവായാൽ ബുദ്ധിമുട്ടാണ്. കൺസ്ട്രക്റ്റീവായാൽ കാര്യങ്ങൾ വളരെ നന്നായി മുന്നോട്ട് നീക്കാം. എല്ലാ മകരൻ രാശിക്കാർക്കും ശോഭനമായ 49 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.